അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മർഹബൻ ബിക്കും ഇലാ ഹിസ്സത്തിൻ ജദീദ മിൻ ദുറൂസിനൽ ലുഗൽ അറബിയ്യ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 35-ാമത്തെ പേജിൽ വന്ന അൽ ജസാഉ മിനല്ലാഹ് എന്ന പാഠമാണ് പഠിക്കുന്നത്. നമ്മുടെ യൂണിറ്റിലെ വിഷയവുമായി ബന്ധപ്പെട്ട അഥവാ സാമൂഹ്യ സേവനം, സന്നദ്ധ പ്രവർത്തനം എന്നിവയുമായി ബന്ധപ്പെടുന്ന ഏതാനും ഖുർആൻ വചനങ്ങളും പ്രവാചക വചനങ്ങളുമാണ് ഈ പാഠഭാഗത്തിൽ നൽകിയിട്ടുള്ളത്. ആദ്യത്തേത് പാഠത്തിൻ്റെ പേര് അൽ ജസാഉ മിനല്ലാഹ്. ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം. പ്രതിഫലം അള്ളാഹുവിങ്കൽ നിന്നാണ്. ഒന്നാമതായി കൊടുക്കുന്നത് സൂറത്തുൽ മാഊൻ. സൂറത്തുൽ മാഊൻ. മാഊൻ എന്ന് പറഞ്ഞാൽ പരോപകാര വസ്തുക്കൾ. നമുക്ക് ആദ്യം ആ സൂറത്തിൻ്റെ പാരായണമൊന്ന് ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. നമുക്ക് ഈ വചനങ്ങളുടെ അർത്ഥമൊന്ന് ശ്രദ്ധിക്കാം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അറഅയ്ത, നീ കണ്ടുവോ? അല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ കളവാക്കുന്നവൻ ആരെന്ന്, മതത്തെ വ്യാജമാക്കുന്നവൻ ആരെന്ന് നീ കണ്ടുവോ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവനത്രേ അത്. യദ്ഉ എന്ന് പറഞ്ഞാൽ ആട്ടി ഓടിക്കുക, തള്ളിക്കളയുക. അൽ യതീം, അനാഥക്കുട്ടിയെ. പിന്നെ വല യഹുല്ലു അലാ തആമിൽ മിസ്കീൻ. വല യഹുല്ലു, അവൻ പ്രോത്സാഹനം നൽകാറില്ല. അലാ തആമിൽ മിസ്കീൻ, മിസ്കീന് പാവപ്പെട്ടവർ, അഗതികൾക്ക്, പാവപ്പെട്ടവരുടെ ഭക്ഷണകാര്യത്തിൽ പ്രോത്സാഹനം നൽകുകയും ചെയ്യാത്തവനാണ് അവൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, എന്നാൽ നമസ്കാരക്കാർക്കാകുന്നു നാശം, നമസ്കരിക്കുന്നവർക്കാകുന്നു നാശം. അല്ലദീനഹും, എങ്ങനെയുള്ള നമസ്കാരക്കാരൻ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി ശ്രദ്ധയില്ലാത്തവർ, തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാത്ത നമസ്കാരക്കാർക്കാകുന്നു നാശം. അല്ലദീനഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരുമായ ആളുകൾക്ക് നാശം. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും നാശം. അതുപോലെ വയംനഊൻ അൽ മാഊൻ, പരോപകാര വസ്തുക്കൾ മുടക്കുന്നവരുമായ ആളുകൾക്കും നാശം. ഇതിലെ സാമൂഹ്യ സേവനത്തിൻ്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അനാഥകളെയും അതുപോലെ തന്നെ പാവപ്പെട്ടവരെയും പരിഗണിക്കാതെ, അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതെ ജീവിക്കുന്നവൻ, അത് പരിഗണിക്കാത്തവൻ മതത്തെ കളവാക്കുന്നവനാണ് എന്നാണ് ഈ വചനങ്ങൾ നമ്മെ മനസ്സിലാക്കി തരുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റാനും അവരെ കാണാനും വേണ്ടി ആ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ആളുകൾക്ക് നാശം എന്നും ഈ വചനങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അടുത്തത് സൂറത്തുൽ ഇൻസാനിൽ നിന്നുള്ള 1-2 വചനങ്ങളാണ്. അവയുടെ പാരായണമൊന്ന് കേൾക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هو يطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نضرة وسرورا وجزاهم بما صبروا جنة وحريرا. സൂറത്തുൽ ഇൻസാനിൽ നിന്നുള്ള
8, 9, 10, 11, 12 വചനങ്ങളാണ് നാം കേട്ടത്. ആ വചനങ്ങളുടെ സാരം: വയുത്തിമൂന താമ അല ഹുബിഹി മിസ്കീനൻ വയത്തീമൻ വ അസീറ. വയുത്തിമൂന താമ, അവർ ഭക്ഷണം നൽകും. താമ് ഭക്ഷണം, ആ താമ എന്ന് പറഞ്ഞാൽ ഭക്ഷിപ്പിച്ചു എന്നാണ്. വയുത്തിമൂന താമ, അവർ ഭക്ഷിപ്പിക്കും, ഭക്ഷണം നൽകും. അല ഹുബിഹി, ആ ഭക്ഷണത്തോട് തങ്ങൾക്ക് പ്രിയമുള്ളതോടൊപ്പം, തങ്ങൾക്ക് ആവശ്യമുള്ളതോടൊപ്പം, തങ്ങൾക്ക് ആവശ്യമുണ്ടായിട്ടും അവർ ഭക്ഷിപ്പിക്കുമാരെ മിസ്കീനൻ, പാവപ്പെട്ടവരെ, വയത്തീമൻ, അനാഥകളെയും, വ അസീറൻ, തടവുകാരെയും. അപ്പോൾ സ്വന്തത്തിന് ആവശ്യമുണ്ടായിരിക്കെ പാവപ്പെട്ടവർക്കും അനാഥകൾക്കും തടവുകാർക്കും അവർ ഭക്ഷണം നൽകുന്നു. വയുത്തഴമൂന താമാല ഹുബിഹി മിസ്കീനൻ വയത്തീമൻ വ അസീറ, ആഹാരത്തോട് പ്രിയമുള്ളതോടൊപ്പം അഗതിക്കും അനാഥക്കും തടവുകാരനും അവരത് നൽകുകയും ചെയ്യും. ഇന്നമാ നുത്തഴിമുക്കും ലി വജിഹില്ല ലാ നുരീദ് മിൻകും ജസാഅം വലാ ശുക്കൂറ. എന്നിട്ട് അവർ പറയും, ഇന്നമാ നുത്തഴിമുക്കും, ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഭക്ഷണം നൽകിയത് ലി വജിഹില്ല, അള്ളാഹുവിൻ്റെ പ്രീതി, അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. ലാ നുരീദ് മിൻകും, നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ജസാഅൻ, ഒരു പ്രതിഫലവും, വലാ ശുക്കൂറ, ഒരു നന്ദി വാക്കും. അപ്പം നിങ്ങളിൽ നിന്നുള്ള പ്രതിഫലമോ നന്ദിയോ ആഗ്രഹിച്ചു കൊണ്ടല്ല ഞങ്ങൾ ഈ സേവനം ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഭക്ഷണം നൽകിയത്, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്നമാ നുത്തഴിമുക്കും ലി വജിഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ആഹാരം നൽകുന്നത്, നിങ്ങളുടെ പക്കൽ നിന്ന് യാതൊരു പ്രതിഫലവും നന്ദിയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ആയത്ത്: ഇന്നാ നഖാഫു മിർ റബ്ബിന യൗമൻ അബൂസൻ ഖംതരീറ. ഇന്നാ നഖാഫു, തീർച്ചയായും ഞങ്ങൾ ഭയപ്പെടുന്നു, മിർ റബ്ബിന, ഞങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന്, യൗമൻ, ഒരു ദിവസത്തെ. അപ്പോൾ വരാനിരിക്കുന്ന ഒരു ദിവസത്തെ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത യൗമൻ അബൂസൻ ഖംതരീറ, മുഖം ചുളിച്ചു പോകുന്നതും ദുസ്സഹവുമായ, സഹിക്കാൻ പറ്റാത്ത, വളരെ പ്രയാസം നിറഞ്ഞ, അതുപോലെ തന്നെ മുഖം ചുളിച്ചു പോകുന്നതുമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് തീർച്ചയായും ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സേവനം ചെയ്തത് എന്ന സാരം. ഇന്നാ നഖാഫു മിർ റബ്ബിന യൗമൻ അബൂസൻ ഖംതരീറ, മുഖം ചുളിച്ചു പോകുന്നതും, അബൂസ് എന്ന് പറഞ്ഞാൽ മുഖം ചുളിച്ചു കളയുന്നത്, ദുസ്സഹവുമായ, ഖംതരീർ, ഒരു ദിവസത്തെ, മുഖം ചുളിച്ചു പോകുന്നതും ദുസ്സഹവുമായ ഒരു ദിവസത്തെ ഞങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് തീർച്ചയായും ഞങ്ങൾ ഭയപ്പെടുന്നു. ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗമി വലഖാഹും നളറത്തം വസ്റൂറ. അതിനാൽ ആ ദിവസത്തിൻ്റെ തിന്മയിൽ നിന്ന് അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുകയും, ഫവഖാഹുമുല്ല, ഇത്തരം പ്രവർത്തനങ്ങൾ കാരണം, ഈ സേവനങ്ങൾ ചെയ്തത് കാരണം, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രശംസയോ പ്രതിഫലമോ ആഗ്രഹിക്കാതെ സന്നദ്ധ സേവനത്തിൽ നിരതരായ കാരണത്താൽ ഫവഖാഹുമുല്ലാഹു, അള്ളാഹു അവരെ കാത്തുരക്ഷിക്കും. ശർറ ദാലിക്കൽ യൗമി, ആ പ്രയാസകരമായ ദിവസത്തിൻ്റെ തിന്മയിൽ നിന്ന് അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുന്നു. മാത്രമല്ല വലഖാഹും നളറത്തം വസ്റൂറ, പ്രസന്നതയും സന്തോഷവും. നളറത്ത് പ്രസന്നത, സുറൂറ് സന്തോഷം. വലഖാഹും നളറത്തം വസ്റൂറ, പ്രസന്നതയും സന്തോഷവും അവർക്ക് അവൻ പ്രദാനം ചെയ്യുകയും ചെയ്യും. അവർക്ക് അള്ളാഹു പ്രസന്നതയും സന്തോഷവും ആ ദിവസത്തിൽ അവൻ നൽകുകയും ചെയ്യും. ഫവഖാഹുമുല്ലാഹു ശർറ ദാലിക്കൽ യൗമി വലഖാഹും നളറത്തം വസ്റൂറ. അതിനാൽ ആ ദിവസത്തിൻ്റെ തിന്മയിൽ നിന്ന് അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുകയും പ്രസന്നതയും സന്തോഷവും അവർക്ക് അവൻ നൽകുകയും ചെയ്യുന്നതാണ്. വജസാഹും ബിമാ സബറു ജന്നത്തം വഹരീറ, അവർ ക്ഷമിച്ചതിനാൽ സ്വർഗത്തോപ്പും പട്ടുവസ്ത്രങ്ങളും അവർക്കവൻ പ്രതിഫലമായി നൽകുന്നതാണ്. വജസാഹും, അവരുടെ പ്രതിഫലം, ബിമാ സബറു, അവർ ക്ഷമിച്ച കാരണത്താൽ എന്താണ്? ജന്നത്തൻ, സ്വർഗമാണ്. അതുപോലെ തന്നെ വഹരീറ, വസ്ത്രങ്ങളുമാണ്. സന്നദ്ധ സേവനങ്ങൾ ആത്മാർത്ഥമായി മനുഷ്യരുടെ പ്രതിഫലമോ അവരുടെ നന്ദി വാക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വല്ലത് ലഭിക്കണമെന്ന ഉദ്ദേശത്തും കൂടാതെ
ആത്മാർത്ഥതയോട് കൂടി ചെയ്യുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ് ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തേത് സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗമാണ് കൊടുക്കുന്നത്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വതആവനു, നിങ്ങൾ പരസ്പരം സഹായിക്കുക. ഏത് വിഷയത്തിൽ? അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും ധർമ്മനിഷ്ഠയിലും. വലാ തആവനു, നിങ്ങൾ അന്യോന്യം സഹകരിക്കരുത്. അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിലും അതിക്രമത്തിലും. പുണ്യത്തിൻ്റെയും നന്മയുടെയും വിഷയത്തിൽ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക. പാപത്തിലും അതുപോലെ തന്നെ അതിക്രമത്തിലും നിങ്ങൾ ഒരിക്കലും സഹകരിക്കുകയോ സഹായിക്കുകയോ ചെയ്യരുത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാകുന്നു. ഇതാണ് ഈ വചനത്തിൻ്റെ സാരം. സൽക്കർമ്മങ്ങളിൽ നമ്മൾ പങ്കാളികളാവണം. ജനങ്ങളെ സഹായിക്കുന്ന വിഷയമാവട്ടെ, മറ്റുള്ള കാര്യങ്ങളിലാവട്ടെ, അതിലുമായൊക്കെ അത്ര നല്ല കാര്യങ്ങളുമായൊക്കെ നമ്മളുടെ സഹകരണം നമ്മൾ ഉറപ്പുവരുത്തണം. എന്നാൽ പാപം, അതിക്രമം, വേണ്ടാവൃത്തികൾ, ഇത്തരം ചീത്ത കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ പങ്കാളികളാവരുത്. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ് വേണ്ടത്. വത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, തീർച്ചയായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. അപ്പോൾ നന്മ പ്രവർത്തിച്ചാൽ അതിന് നമുക്ക് നന്മ പ്രതിഫലമായി കിട്ടും. തിന്മയാണെങ്കിൽ അതിന് ശിക്ഷയും നാം അനുഭവിക്കേണ്ടി വരും. അതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഹെഡിങ് ആയി കൊടുത്തത്, അൽ ജസാഉ മിനല്ലാഹ്, പ്രതിഫലം അത് അള്ളാഹുവിൽ നിന്നാണ്. നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയുമായിരിക്കും പ്രതിഫലം എന്ന് സാരം. ഈ ആയത്തുകളൊക്കെ അഥവാ സൂറത്തുൽ മാഊൻ, സൂറത്തുൽ ഇൻസാനിൽ നിന്നുള്ള 4 വചനങ്ങൾ, സൂറത്തുൽ മാഇദയിൽ നിന്നുള്ള ഈ വചനങ്ങളൊക്കെ നോട്ട് ബുക്കിൽ അതിൻ്റെ അർത്ഥസഹിതം രേഖപ്പെടുത്തുക. ഇനി ഈ പാഠത്തിൽ നിന്ന് 2 പ്രവാചക വചനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.